സേഫ് ഗാർഡ് എന്റർടൈൻമെന്റ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് നല്ല തണുപ്പുള്ള ദിവസമാണ്. രാവിലെ നടക്കാൻ ഇറങ്ങിയതാണ്. ഞങ്ങളുടെ നാട്ടിലൂടെയുള്ള നടപ്പ് തന്നെ. സോ ജസ്റ്റ് വീടിന്റെ അടുത്ത് തന്നെ ഞാൻ ഇന്നേ വരെ ശ്രദ്ധിക്കാത്ത മരം കാണാറുണ്ട്. ഒരു മരം നിങ്ങളെ പരിചയപ്പെടുത്താൻ നോക്കൂ. നിങ്ങൾക്ക് ഇതിന്റെ പേരുകളൊക്കെ പറയാം. നമ്മളിവിടെ പൈൻ മരം എന്നൊക്കെ പറയാറുണ്ട്. എനിക്ക് അറിഞ്ഞൂടാ കറക്റ്റായിട്ട്. പക്ഷെ ഇതിന്റെ ഫ്ലവർ കണ്ടപ്പോഴാണ് നമുക്ക് മനസ്സിലായത്. കണ്ടോ, ഇത്രയും ഭയങ്കര ഭംഗിയുള്ള ഫ്ലവർ. നോക്കി, ഇത് കണ്ടോ. ഇതിന്റെ ഫ്ലവറിനൊരു പ്രത്യേകത ഉണ്ട്. ഇതിന്റെ പെറ്റൽസ് ഒക്കെ ഭയങ്കര സ്ട്രോങ് ആണത്. അതായത് ഒരു പൂ തന്നെ അതിന്റെ ബാക്കിൽ വീണ്ടും സപ്പോർട്ട് കൊടുത്തേക്കാണ്. ഈ പെറ്റലിന് ബാക്കിലുള്ള പെറ്റൽ വെച്ചിട്ട് സപ്പോർട്ട് കൊടുത്തേക്കണം. ഒരു പ്രത്യേക തരം ഫ്ലവർ. നല്ല സ്മെല്ല്, അടിപൊളി സ്മെല്ല്. ആ മുല്ലപ്പൂവിനേക്കാൾ നല്ല സ്മെല്ല്. ഇത് നിറഞ്ഞു നിൽക്കുക. ഈ മരം നിറഞ്ഞു നിൽക്കുകയാണ്. കണ്ടോ, നോക്കി, നിറഞ്ഞ് മോള് മൊത്തം നിറഞ്ഞേക്കുക. പൈനങ്കായ ഉണ്ടാവണ മരമാണെന്നാണ് എൻ്റെ വിശ്വാസം. ഇനി നിങ്ങൾക്ക് ഇതിന്റെ പേര് കൃത്യമായിട്ട് വേറെ എന്തെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് പറയുക, നമ്മുടെ ചാനലിൽ എല്ലാവർക്കും അറിയാൻ വേണ്ടി. സോ അതിന്റെ ഗൂഗിൾ ലെൻസ് വെച്ച് സെർച്ച് ചെയ്ത് നോക്കി. വട്ടേരിയ ഇൻഡിക്ക എന്ന് പറഞ്ഞിട്ടൊരു ബൊട്ടാണിക്കൽ നെയിം, ശാസ്ത്രീയ നാമം കണ്ടായിരുന്നു. സോ ഇതൊരു ഒരു ഒരു അറിവായിട്ട് തോന്നി. നമ്മുടെ തൊട്ടടുത്തുണ്ടായിട്ട് നമ്മൾ ഇതുവരെ ഇതൊന്നും ശ്രദ്ധിച്ചില്ല എന്ന് തോന്നിയപ്പോൾ ചാനലിലുള്ള എല്ലാവർക്കും വേണ്ടി ഇതൊരു ചെറിയൊരു കണ്ടന്റ് ആയിട്ട് നമ്മൾ കാണിക്കുകയാണ്. നോക്കിയോ, മരം ഫുൾ ഫ്ലവർ ചെയ്ത് നിൽക്കുന്ന സമയമാണ്. നല്ല സ്മെല്ലുള്ള ഫ്ലവറിന് ഭയങ്കര സ്ട്രെങ്ത്. ചെറിയ ഫ്ലവേഴ്സ് ആണ്, പക്ഷെ ഭയങ്കര സ്ട്രെങ്ത്. അപ്പൊ ഇതൊരു ഡിഫറെന്റ് വീഡിയോ ആയിരിക്കും എനിക്ക് തോന്നുന്നു. ഇപ്പൊ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാന്നുണ്ടെങ്കിൽ. ഇതുണ്ട്, മൊത്തം മരം ഫുൾ ഫ്ലവർ ചെയ്ത് നിൽക്കുന്ന അവസ്ഥയാണ്. സ്ട്രോങ് ആണ്, അങ്ങനെ ഒടിയില്ലത്. അതിന്റെ സെന്ററിലൊരു യെല്ലോ കളറിലൊരു ചെറിയൊരു സംഭവമുണ്ട്, ഒരു മുട്ട് പോലെ. ശരിക്കും പ്രകൃതി എന്ത് ഭംഗിയാണ്, എന്തൊക്കെയാണ് പ്രകൃതിയിൽ എന്താ പറയുക, ഈ പ്രകൃതി ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ആള് ഒരുക്കിയിരിക്കുന്നതെന്ന് ഞാൻ ഒരു നിമിഷം ചിന്തിച്ചു പോയി. എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന എന്തോരം കാര്യങ്ങളുണ്ട്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ട്രീസ്, ഹെർബ്സ്. ഇതൊരു ഹെർബല്ല, ഇതൊരു ട്രീ ആണ്. അപ്പൊ എല്ലാം നമ്മുടെ ഈ ഭൂമിയിൽ ഒരുക്കിയിട്ടുണ്ട്. നമ്മളൊന്ന് പുറത്തിറങ്ങി ഇത് വീക്ഷിക്കാനുള്ള സമയം കണ്ടെത്തണം എന്നേ എനിക്ക് തോന്നണുള്ളൂ. ആർക്കും സമയമില്ല ഇതൊന്നും നോക്കാനായിട്ട്, അല്ലേ? തിരക്കുള്ള കാലഘട്ടം. ഈ വീഡിയോയുടെ അവസാനിക്കുകയാണ്. വീണ്ടും പുതിയ വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നുണ്ടാവും. നിങ്ങളുടെ സ്വന്തം മനോജ് വർഗീസ്, സൈനിങ് ഓഫ്.